പറഞ്ഞു ചേട്ടാ ഇത് എൻ്റെ ഒന്നുമല്ല, എനിക്കിതുപോലെ കാല് കുറേ രക്തം കട്ട പിടിക്കുകയും പൊട്ടുകയും ഒക്കെ ചെയ്ത് ബാഗിന് അത്യാവശ്യം നല്ല മുടിഞ്ഞ കനായിട്ടുണ്ട്. ഇത് നല്ല പാടുള്ള പരിപാടിയാണ്. കുറേ പേര് എന്നോട് മെസ്സേജ് അയച്ചും വോയിസ് അയച്ചൊക്കെ ചോദിച്ചു, എടാ കണ്ണൂർ വെറും 54 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ യാത്രയുടെ 2ാമത്തെ ദിവസമായി ഇന്ന്. ഫോണൊക്കെ ചാർജ് ചെയ്ത് ഫുള്ളാക്കിയിട്ട് ഒരു രാവിലെ 7 മണി ആയപ്പോഴത്തേക്കും പതുക്കെ അങ്ങ് നടക്കാൻ തുടങ്ങി. ഇവിടെ കണ്ടിന്യൂസ്ലി നല്ല മഴ ആയതുകൊണ്ട് ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുകൊണ്ടാണ് നടക്കുന്നത്. കാരണം ഇനി ഇടയ്ക്ക് വെച്ചെങ്ങാനും നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇടാനൊരു ഗ്യാപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് വേണ്ടി നേരത്തെ ഇട്ടു. അപ്പം നമുക്കിനി ഇവിടുന്ന് കണ്ണൂരിലേക്ക് ഒരു 70 കിലോമീറ്ററേ ഉള്ളൂ. ഞാനിപ്പോൾ നടന്ന് ഏകദേശം നമ്മുടെ സൗത്ത് ചിത്താരി എത്തിയിട്ടുണ്ട്. അവിടെയുള്ളൊരു മസ്ജിദാണ് ഈ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് നടന്ന് മടീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫുള്ള് റോഡിൽ മഴ പെയ്ത് വെള്ളമൊക്കെ ആയിട്ട് കിടക്കുവാണ്. റോഡിലൊരു മിററുണ്ട്. അപ്പോൾ കുറച്ച് അതിനകത്ത് തോണ്ടിക്കൊണ്ട് നിന്നു. അപ്പോൾ എൻ്റെ ഊഹമൊന്നും തെറ്റിയില്ല. കറക്റ്റ് ഞാൻ വിചാരിച്ച പോലെ തന്നെ മഴ പതുക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നൈസായിട്ട് നടക്കുവാണ്. കാസർഗോഡ് തന്നെയുള്ള കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു നൈസായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മഴയൊന്നുമില്ല, മഴയൊക്കെ മാറി നിൽക്കുവാണ്. പെയ്യാവുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഒരു 25 കിലോമീറ്റർ കവർ ചെയ്ത് ഇവിടെ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കുവാണ്. ഇനി എന്തായാലും ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നുള്ളൂ. ബാഗിന് അത്യാവശ്യം നല്ല മുടിഞ്ഞ കനായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഒരു 50 കിലോമീറ്ററൊക്കെ കവർ ചെയ്ത് കഴിയണ്ടായിരുന്നു. നമ്മളിനി ഒത്തിരി റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത്രയും ടൈം പോലും ഒന്ന് ഓർത്തിട്ട് ഞാൻ ഇറങ്ങിയ ടൈമിൽ ദേ അടുത്ത മഴയും പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു വരുമ്പോൾ റൈറ്റ് സൈഡിൽ ദേ ഒരു ഗവൺമെൻറ് ആശുപത്രി കാണുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെൻറ് ആശുപത്രി. അപ്പോൾ പുരുഷന്മാർക്കൊരു അസുഖം വന്നാൽ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാണ്ട് പതുക്കെ നമ്മൾ നടന്ന് എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു സീ വേൾഡ് എക്സ്പോ കാണാം. അവിടെ ഒരു കിളിക്കുഞ്ഞിനെയൊക്കെ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. നമ്മളതൊക്കെ നോക്കിയിട്ട് നൈസായിട്ട് പിന്നെ നടന്നു. അങ്ങനെ അവിടുന്ന് നടന്ന് വരാൻ നേരത്ത് ഇതേ ഒരു ബസ് സ്റ്റാൻഡ് സൈഡിൽ 2 ചേച്ചിമാർ എന്തൊക്കെയോ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് കണ്ണൂരേക്ക് വെറും 62 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ നടന്നങ്ങ് പോവാം. ഇവിടുത്തെ എന്തോ സൈക്കോ കാലാവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും നേരവും മഴയും ഒരു മൂടലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പെട്ടെന്നൊരു വെയിലങ്ങ് വന്നു. നമ്മൾ പോണ വഴി നല്ല ഈസി ആയിട്ടുള്ള വഴി ആയതുകൊണ്ട് പിന്നെ അധികം ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ അറിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ എത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എന്നെ അടിച്ചിട്ട് എത്തിയിരിക്കും. അങ്ങനെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ള ഫുൾ കോൺഫിഡൻസോട് കൂടി ഞാൻ രണ്ടും കൽപ്പിച്ച് വീണ്ടും നടന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി എത്ര ദിവസം എടുക്കും, എത്ര സമയം എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ എത്തണം എന്നുള്ള ആ ഒരു മൈൻഡ് വെച്ചങ്ങ് പോവാണ്. ഞാനിങ്ങനെ നടന്നു പോകണത് കണ്ടിട്ട് ഓരോ ആൾക്കാരിങ്ങനെ വായൊക്കെ പൊളിച്ച് നോക്കണ്ട കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫൈനൽ ഡേനെക്കുറിച്ച് ചിന്തിക്കണോണ്ട് എനിക്കങ്ങനെ മടുപ്പോ കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ബ്രിഡ്ജ് പണി നടക്കാൻ കാണാം അവിടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം കുതിരാൻ ടണലിൻ്റെ പണി നടക്കാൻ നേരത്ത് ഫുൾ അതിൻ്റെ അറ്റം വരെ നടന്ന് കണ്ടിട്ടുണ്ട്. നമ്മളിത് ഈ പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അവിടെയായിട്ട് റെയിൽവേ ട്രാക്ക് കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറമാണ് കരിങ്ങോട് പുഴ ഒഴുകുന്നത്. ഇനി നമ്മളിവിടുന്ന് നേരെ ഈ പാലം കീഴ് നേരെ നടന്ന് ഇടുന്നത് നീലേശ്വരത്തേക്കാണ്. അങ്ങനെ ആ പാലമൊക്കെ ഇറങ്ങി അവിടുന്ന് നടന്നത് ഏതോ വഴി കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇത് എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. അവിടുന്ന് കുറച്ചങ്ങ് നടന്നു പോകാൻ നേരത്ത് നമുക്കിട്ടുള്ള അടുത്ത പണി വന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നുള്ളൊരു സംശയമില്ല. ഏതോ പാലത്തിൻ്റെ ഒക്കെ മേളിൽ കൂടെ കയറി ഇങ്ങനെ പുഴയൊക്കെ കണ്ട് നടന്നു വരാൻ നേരത്താണ് കുറേ ഓമാർ നിന്നെ ഞാൻ ഇന്ന് ഇടിച്ചു കൊല്ലൂടാന്നുള്ള രീതിയിലാണ് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് അവിടുന്ന് വന്നത്. ഞാൻ പിന്നെ സൈഡിലേക്ക് ഒതുങ്ങി മാറി നിന്നു. ഇനി വന്ന് എൻ്റെ നെഞ്ചത്തേക്ക് കയറണ്ടല്ലോ. അങ്ങനെ അവിടെ നടന്ന് നമ്മൾ ഏതോ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ എത്തിയിട്ടുണ്ട്. ഏതാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കുറേ റൈഡുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആ സൈഡ് നോക്കിയാൽ കാണാം ഫുള്ള് ചെളിവെള്ളമാണ്. നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. അത്യാവശ്യം നല്ല മഴയായതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം മഴയത്ത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേയിൽ വെള്ളം ചാടിയിട്ട് വർക്ക് ആവത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന കുറേ സീനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫുള്ള് മഴ കാരണം നമുക്ക് എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ലാഗായിപ്പോയി. പിന്നെ കുറേ പേര് എന്നോട് മെസ്സേജ് അയച്ചും വോയിസ് അയച്ചൊക്കെ ചോദിച്ചു, എടാ നീ ശരിക്കും നടക്കുവാണോ, സത്യം പറടാന്ന്. പിന്നെ കുറേ പേര് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യും, ഇത്രയും കഷ്ടപ്പെട്ട് നീ നടക്കുമൊന്നും വേണ്ട, നൈസായിട്ട് നീ ഒരു വണ്ടി കയറി പോ, കുറച്ച് ദൂരം എന്നിട്ട് അങ്ങനെ കുറച്ച് ദൂരം നടന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്ര ആത്മാർത്ഥയൊന്നും കാണിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ശരിയായി, വേറെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ, എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ അന്നേരം അത് ചതിയല്ലേ. കഷ്ടപ്പെട്ട് ഞാൻ നടന്നു എന്നുള്ളൊരിത് വരത്തില്ലല്ലോ. ഇതിൻ്റെ ഫൈനൽ ഡേയിൽ കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും ദൂരം നടന്ന് ഇത്രയും കിലോമീറ്റർ ഞാൻ കവർ ചെയ്തു, ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തി എന്നുള്ള ഒരു സംഭവം ഒരു ഫീൽ എനിക്ക് കിട്ടും. ആ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യണത്. അല്ലാണ്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടോ തലയ്ക്ക് വിളിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല. കാര്യം തുടങ്ങി വെക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷെ അത് തീർക്കണം. അത് തീർക്കണോടത്താണ് കഴിവ്.
ഇപ്പം ഞാനിത് തുടങ്ങി വെച്ചു. അപ്പം എനിക്കറിയാം ഇത് നല്ല പാടുള്ള പരിപാടിയാണ്. അപ്പം എന്നൊക്കെയാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കും, അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഡേയിൽ എനിക്കൊരു ഫീൽ കിട്ടും, ഇത്രയും ദൂരം ഞാൻ കവർ ചെയ്തല്ലോ, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ആരും വിശ്വസിക്കത്തില്ല, ഞാൻ ഈ കേരളം മൊത്തം കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നടന്നു പറഞ്ഞ് ആരും വിശ്വസിക്കില്ല. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ നടന്നു എന്നുള്ളത് എനിക്കറിയാം, വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ പുറത്ത് കിടക്കണ ഈ ട്രാവലിംഗ് ബാഗ് ഉണ്ടോ, ഈ സാധനത്തിന് അത്യാവശ്യം നല്ല മുടിഞ്ഞ കനമുണ്ട്. അപ്പോൾ ഇതും തൂക്കിക്കൊണ്ട് നമ്മൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ടഫാണ്. അപ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ എനിക്ക് നല്ല ഡിസ്റ്റൻസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും വെയിറ്റുള്ള ഈ സാധനം വെച്ചുകൊണ്ട് ഞാൻ പോകുന്നതിനൊരു ലിമിറ്റേഷനുണ്ട്. എനിക്കങ്ങനെ തുള്ളിച്ചാടി ഓടിച്ചാടി അങ്ങനെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും തന്നെ ആരും നെഗറ്റീവ് അടിപ്പിക്കേണ്ട, എല്ലാവരും നല്ല മോട്ടിവേഷനായിരുന്നു. എല്ലാവരും പറഞ്ഞടാ നിന്നെക്കൊണ്ട് പറ്റും, നീ ചെയ്യേ. പിന്നെ എല്ലാവരും മെസ്സേജ് അയച്ചും വോയിസ് അയച്ചും കോൾ ചെയ്തും എല്ലാം എന്നോട് പറഞ്ഞടാ നീ മലപ്പുറം എത്തുമ്പോൾ വിളിക്കുക, എറണാകുളം എത്തുമ്പോൾ വിളിക്കുക, കൊല്ലം എത്തുമ്പോൾ വിളിക്കുക, തിരുവനന്തപുരം എത്തുമ്പോൾ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോ ജില്ലയിലും. അതിപ്പോൾ ഒരു സന്തോഷം നമുക്ക് കിട്ടാനില്ല. കാരണം ഇവർക്ക് വേണേൽ കണ്ട് ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റ് പോലും അടിക്കാണ്ട് ചുമ്മാ കണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇത് തുടങ്ങി വെച്ച സ്ഥിതിക്ക് എനിക്കിത് എന്തായാലും തീർക്കണം. കാരണം ഇത് തീർക്കും എന്നുള്ളൊരൊറ്റ മൈൻഡ് കൊണ്ട് തന്നെ ഞാൻ തുടങ്ങിയത്. എനിക്കറിയാം ഇത് ചില്ലറ പരിപാടിയല്ല. പിന്നെ അതുപോലെ വേറെ സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും മടുക്കുമ്പോൾ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിലൊക്കെ കുറച്ചേരി ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ പോയി ബാഗ് വെച്ചിങ്ങനെ ഇരുന്ന് എൻ്റെ ബാഗിനകത്ത് മറ്റേ ഗ്ലൂക്കോസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഒത്തിരി ദൂരം കവർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വെച്ച് കഴിക്കും. അപ്പം ഞാനങ്ങനെ ഇത് കഴിക്കാനായിട്ട് ബാഗിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും എന്തോ വെള്ളപ്പൊടി, ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് MDMA ഒന്നും അല്ല, ഇത് ഗ്ലൂക്കോസാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു വളിച്ച് തിരിയൊക്കെ ചിരിച്ചിട്ട് നൈസായിട്ട് കടയ്ക്കകത്തൊക്കെ കയറിപ്പോയി. അന്നേരം പുള്ളിനെ കുറ്റം പറയാൻ പറ്റില്ല, ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവർ സംശയത്തോടെ നോക്കിയാൽ ഇവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല. വലിയ സീരിയസ് ആയിട്ടൊരു കാര്യമൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ പതുക്കെ ഒരു വണ്ടി കുരുട്ടിക്കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക്. നമ്മൾ നടന്നതേ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ബോർഡുണ്ട്, കണ്ണൂർ വെറും 54 കിലോമീറ്റർ. നമ്മൾ ഈ നടക്കാൻ പോണത് 6 കിലോമീറ്റർ ഹൈവേ ആണ്. അടുത്ത് കടയോ കോപ്പോ ഒന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇനി മറ്റേ ചെറുവത്തൂർ ടൗണിൽ ചെന്നാൽ മാത്രമേ കടയും ഒക്കെ കാണുള്ളൂ. വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങണ്ടോ, ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ദൂരമൊന്നും പോകണമെന്നില്ല, പറ്റണ പോലെ നമുക്ക് എത്ര ദൂരം കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ദൂരമൊക്കെ ഒന്ന് കവർ ചെയ്യണം. പക്ഷേ അതൊരു കിടിലൻ എക്സ്പീരിയൻസാണ്. കാരണം നമ്മൾ ഫോണ് ഒത്തിരി യൂസ് ചെയ്യാണ്ട് മൊബൈൽ ഫോണിൽ നിന്ന് ഒന്ന് വിട്ട് മാറി നമ്മൾ കുറച്ചുകൂടെ നാച്ചുറലായിട്ടൊന്ന് ഒരു വൈബിലങ്ങ് പോകും. ഒരിടത്ത് റെസ്റ്റ് എടുക്കാൻ നിന്നപ്പോഴാണ് ഏതോ ഒരു ട്രെയിൻ പോണേ കണ്ടേ. സംഭവം വന്ദേ ഭാരത് ആയിരുന്നു, പക്ഷേ അതിൻ്റെ ഓറഞ്ച് കളർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ശക്തി തന്നെയാണ് പെയ്യണം. നമ്മൾ ഈ ഒരു മഴയത്ത് നമ്മളിപ്പോൾ നേരെ കയറി ചെല്ലാൻ പോണത് തേജസ്വിനി പുഴയുടെ മേളിൽ കൂടെ ഉള്ള പാലത്തിലാണ്. പുഴ ഞാൻ കാണിച്ചുതരാവേ. ഇത് ഈ കാണാണ് നമ്മുടെ തേജസ്വിനി പുഴ. ഇതൊരു രക്ഷയില്ല കേട്ടോ. നമ്മളിത് നടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റണില്ല. കാരണം ഇവന്മാർ റോഡ് അടച്ചു വെച്ചേക്കുക. കാരണം ആ സൈഡിലുള്ള കോൺക്രീറ്റ് മൊത്തം പൊട്ടിപ്പോയതുകൊണ്ട് ആരെങ്കിലും വന്ന് ചാടിയാലോ എന്ന് ഓർത്തിട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ മേളിൽ കൂടെ നടന്നു പോകുമ്പോൾ വേറൊരു ഫീലാണ്. അങ്ങനെ അവിടുന്ന് നടന്ന് നമ്മൾ വരുമ്പോഴാണ് ഈ മല കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ ദൂരെ നിന്ന് ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡിലോ ഇനി ഇത് മൊത്തം ഞാൻ കവർ ചെയ്യണമല്ലോ. കാരണം എങ്ങനെ ഒരു മണ്ണിടിച്ചിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോകും. കാരണം ആ ശിരൂരിലെ സംഭവം നോക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം എങ്ങനെയാണ്. അങ്ങനെ നടന്ന് കാല് പൊട്ടി. കാലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ ചെറുവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റൂം എടുത്തേക്കാണ്. കാരണം ഇനി റെസ്റ്റ് എടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം തീരുമാനമാവും. പിന്നെ രാത്രി ആവും കൂടെ ആണ്, അതുകൊണ്ട് നമ്മൾ റൂം എടുത്തു. സമയം ഒത്തിരി വൈകൊണ്ട് നമ്മൾ നൈസായിട്ടൊരു റൂം എടുത്തിട്ടുണ്ട്. ഇതാണ് റൂം. അവിടെ നോക്കണ്ട, ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ചെറുവത്തൂർ എന്നൊരു സ്ഥലത്താണ് വന്ന് റൂം എടുത്തത്. ആദ്യം വേറെ റൂം നോക്കിയായിരുന്നു, അതൊരു സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഈ റൂം എടുത്തു. ഇവിടെ ഉള്ളതിൽ അത്യാവശ്യം ഈ റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതെടുത്ത് നമ്മൾ അത്യാവശ്യം മനസ്സിനും ശരീരത്തിനും കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ പോവാണ്. പിന്നെ നടന്ന് എൻ്റെ കാലിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല തീരുമാനമായിട്ടുണ്ട്. കാരണം എനിക്ക് മടുപ്പൊന്നും തോന്നുന്നുള്ളൂ. അത്യാവശ്യം നല്ലൊരു വൈബ് തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ശരീരം കൂടെ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. നടക്കുന്ന വഴിക്ക് ഇതുപോലെ കാല് കുറേ രക്തം കട്ട പിടിക്കുകയും പൊട്ടുകയും ഒക്കെ ചെയ്ത് തഴമ്പൊക്കെ കുറേ വന്ന് അങ്ങനെ അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും മൈൻഡാക്കാണ്ടങ്ങ് നടന്നു.
പിന്നെ നമുക്ക് ആ ഒരു പെയിനും വെച്ചുകൊണ്ട് ഒത്തിരി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇവിടെ റൂമൊക്കെ എടുത്ത് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം പോകാമെന്നുള്ളൊരു മൈൻഡ് ഇരിക്കുന്നു. നമുക്ക് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അത്യാവശ്യം കുറേ ഫൂട്ടേജ് എടുക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ കാരണം നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. കാരണം ഫോണിൽ ഡിസ്പ്ലേയിൽ വെള്ളത്തുള്ളി ചാടി കഴിയുമ്പോൾ തന്നെ ഒരുമാതിരി അനങ്ങത്തില്ല ഫോൺ. കാരണം വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രീന് തൊടാനോ ഒരു സാധനം എടുക്കാനോ വീഡിയോ ഓണാക്കാനോ ഒന്നും പറ്റത്തില്ല. അതുപോലെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കുറേ ഫൂട്ടേജൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് വെള്ളം ചാടാണ്ട് അത്രയും വലിയ മഴയത്ത് എടുത്ത് സെറ്റാക്കിയതാണ് നിങ്ങൾ കണ്ടതല്ലോ. അപ്പോൾ സമയം ഇത്ര ആയതുകൊണ്ട് നമ്മളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് നാളെയും റെസ്റ്റ് എടുത്ത് നാളെ പോകണല്ലോ. കാരണം നാളെ സൺഡേയാണ്. അപ്പോൾ കടകളൊന്നും കാണത്തില്ല. അപ്പോൾ പോണ വഴിക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നാളെ ഒന്ന് റെസ്റ്റ് എടുത്ത് നാളത്തേഞ്ഞ് രാവിലെ നമ്മുടെ ജേണി നമ്മൾ നേരെ കണ്ണൂരിലേക്ക്